ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം സൂ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അതെ, സൂവിലെ വളരെ ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമ്മളെല്ലാവരും സൂവിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മളെല്ലാവരും അകത്ത് കയറി കുറേ മൃഗങ്ങൾ, കുറേ പക്ഷികളൊക്കെ കാണാനുണ്ട് കേട്ടോ. പക്ഷെ ചില മൃഗങ്ങളെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് വിചാരിക്കണം. എല്ലാവരെയും ഇങ്ങനെ ഒരു കൂട്ടൽ പിടിച്ചിട്ടൊരു രീതിയൊന്നും അല്ല അവിടെ. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മതിൽ പോലെയൊക്കെ കെട്ടി കുറച്ച് ഓപ്പണായിട്ടൊക്കെ തന്നെയാണ് വിട്ടേക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവർ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അവർ നമ്മളുടെ അടുത്തേക്കൊന്നും വരില്ല കേട്ടോ. നമുക്ക് പക്ഷേ അവരെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പം കാണാൻ പറ്റും. എന്തായാലും നമുക്ക് അന്ന് ചെന്ന ദിവസം കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു. അതായത് കടുവ, സിംഹം, പിന്നെ കരടി, ഇതിനെയൊക്കെ നമുക്കന്ന് ഒന്ന് കണ്ടു. പിന്നെ കുരങ്ങൻ തന്നെ പല തരത്തിലുള്ളതുണ്ട്. താരക്കുഞ്ഞിനെ ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചധികം നടക്കാനുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കൺമണി കുഞ്ഞുമാവ എന്തായാലും കയറിയപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങി. ആ വണ്ടിയിൽ കിടന്നങ്ങ് ഉറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് അവൾ കുറച്ച് കംഫർട്ടായിരുന്നു. ഞാനും താരക്കുഞ്ഞും ഭയങ്കരമായിട്ട് ടയേർഡായി നടന്ന്. പക്ഷേ അവിടെ ഈ റിഫ്രഷ്മെൻറ്റിനാണെങ്കിലും ഇടയ്ക്കൊന്നുമില്ല. കുറേ നടന്ന് ചെന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടുന്നത്, അതായത് സ്നാക്സൊക്കെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടീ ആൻഡ് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെയും ഞങ്ങളുടെ യാത്ര മെല്ലെ തുടർന്നു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾ കുറച്ച് ടയേർഡായി പോയതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളെയും ഒന്നും ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിൽ ഹിപ്പോപ്പൊട്ടാമസും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെയൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല ആ ഒരു സമയത്ത്. 2 കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്ത് ഞങ്ങൾ നടക്കുന്നത് കൊണ്ട് അത് ഇടയ്ക്ക് ഞങ്ങൾക്ക് അതൊക്കെ അങ്ങ് മിസ്സായിപ്പോയി. പിന്നെ ഇപ്പോൾ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ അതൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഇത് തോന്നിയത്. എന്നാലും കിട്ടിയത് അത്രയും നിങ്ങളെയും കൂടെ കാണിക്കാമെന്നോർത്തു. അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു പ്രശ്നമൊന്നും പറയാനില്ല. പക്ഷേ നടപ്പ് കുറച്ചധികം അതിനകത്തിൽ കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ അന്നത്തെ കുട്ടി വിശേഷങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ട്രിവാൻഡ്രം സൂയിൽ പോയിട്ട് കാണാത്ത ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂയിൽ പോയിട്ട് കാണണം കേട്ടോ. കുട്ടികളെയും കൊണ്ടുപോയി കാണിക്കണം. ഉറപ്പായിട്ടും അവർക്കും ഇഷ്ടപ്പെടും. മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്നും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ കാണിക്കുക, എൻജോയ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.